നമസ്കാരം. കേരളം മുഴുവൻ പൊള്ളുന്ന ചൂടാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ഭീഷണിയാണ് ഇപ്പോൾ ചൂടിനൊപ്പം എത്തുന്ന പാമ്പുകൾ. ആരോ പറഞ്ഞതുപോലെ പുറത്തിറങ്ങിയാൽ സൂര്യാഘാതമേൽക്കും, വീട്ടിനകത്തിരുന്നാൽ പാമ്പ് കടിക്കും. ഇതാണിപ്പോൾ കേരളത്തിലെ സ്ഥിതി. തൃശ്ശൂർ മറ്റത്തൂരിൽ 8 വയസ്സുകാരൻ അൽജോ ആയിരുന്നു നാം അറിഞ്ഞ ആദ്യത്തെ ഇര. കുട്ടിയുടെ സഹോദരനും പാമ്പ് കടിയേറ്റു എന്ന വാർത്ത നമ്മളെല്ലാവരും ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. പറഞ്ഞു വന്നത് നമ്മൾ നമ്പർ 1 ആരോഗ്യ കേരളം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പാമ്പ് കടിച്ചാലും പട്ടി കടിച്ചാലും ആൾ മരിച്ചു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചെറിയൻകീഴിൽ അൽജോയുടെ 8 വയസ്സുകാരൻ ദീക്ഷൽ പാമ്പ് കടിയേറ്റ് മരിച്ചത് ശരിയായ ചികിത്സ കിട്ടാത്തത് കൊണ്ടുകൂടിയാണ്. അതിദാരിദ്ര്യമുക്തം എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് ദീക്ഷലിൻ്റെ വീട് ജിപ്സം ഷീറ്റുകൾ കൊണ്ട് ചുവരുകെട്ടി മറച്ച് പുറം സിമൻ്റ് ഇഷ്ടിക നിരത്തിയ ഒരു കുടിലാണ്. അവിടെ കിടന്നപ്പോഴാണ് കുട്ടിക്ക് പാമ്പ് കടിയേറ്റത്. ദീക്ഷലിൻ്റെ കുടുംബം അതിദരിദ്രരാണോ എന്ന് വ്യക്തമാക്കേണ്ടത് ശ്രീമാൻ പിണറായി വിജയനാണ്. പക്ഷേ ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ കടിയേറ്റു എന്ന് മനസ്സിലാക്കിയ ഉടൻ കുട്ടിയെ വീട്ടുകാർ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പുലർച്ചെ 2:45 ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് ആൻറ്റിവെനം നൽകിയില്ല. പിന്നീട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും സമയം വൈകി. കായംകുളത്ത് സലീന നജീം പാമ്പ് കടിയേറ്റ് മരിച്ചതിന് പിന്നിൽ ആശുപത്രിയുടെ അനാസ്ഥയുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച രോഗിക്ക് വേണ്ട ഒരു ശ്രദ്ധയും അധികൃതർ നൽകിയില്ല എന്ന് മാത്രമല്ല, ആൻറ്റിവെനം നൽകിയതുമില്ല. ആശുപത്രിയിൽ ആൻറ്റിവെനം ഇല്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇന്നലെ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി നബീസ പാമ്പ് കടിയേറ്റ് മരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് നബീസ മരിക്കുന്നത്. നബീസക്ക് ആൻറ്റിവെനം നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് രക്ഷിക്കാനായില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഏറ്റവും അവസാനം കേട്ടത് ഇടുക്കിയിൽ നിന്നാണ്. കാഞ്ഞാർ സ്വദേശി വിശാലാക്ഷി പാമ്പ് കടിയേറ്റ് മരിച്ചു. അവിടെയും ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോൾ അതിനർത്ഥം ഇപ്പം തന്നെ നമ്മുടെ മുന്നിൽ 4 കേസുകൾ പാമ്പ് കടിയേറ്റ് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയ 4 കേസുകളുണ്ട്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്നുള്ളത് ഗൗരവതരമായിട്ട് ചിന്തിക്കേണ്ടതല്ലേ? സർക്കാർ ഡോക്ടർമാരുടെ സംഘടന ഈ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻറ്റിവെനം നൽകിയാൽ മാത്രം പോരാ, ആ രോഗിയുടെ ജീവൻ നിലനിർത്താൻ വെന്റിലേറ്റർ പോലെയുള്ള സൗകര്യങ്ങൾ വേണം. പക്ഷേ നമ്മുടെ മിക്ക സർക്കാർ ആശുപത്രികളിലും ഈ സൗകര്യമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളിലാണ് അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നെനിക്ക് പറയാനുള്ളത്. നമ്മൾ വെറുതെ നമ്പർ 1 കേരളം എന്ന് പറഞ്ഞാൽ പോരാ. ആരോഗ്യമന്ത്രിമാരാകുന്ന ആളുകൾ സ്വന്തം PR-ന് ചെലവാക്കുന്ന പണം മതി ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കാൻ. പാമ്പ് കടിച്ചും പട്ടി കടിച്ചും മനുഷ്യൻ മരിക്കുന്നതാണോ ഈ നമ്പർ 1 ആരോഗ്യ കേരളം? 2025 നിയമസഭയിൽ മന്ത്രി MP രാജേഷ് അദ്ദേഹം ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് 9 വർഷത്തിനിടയിൽ 124 പേരാണ് കേരളത്തിൽ പേവിഷബാധ മൂലം മരിച്ചത്. കഴിഞ്ഞ വർഷം 2025 മാത്രം 33 പേർ പട്ടി കടിയേറ്റ് കേരളത്തിൽ മരിച്ചു. തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ, ABC, അതുപോലെ റാബീസ് ഫ്രീ കേരള തുടങ്ങിയിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് 47.60 കോടി രൂപ മാറ്റിവെച്ച സംസ്ഥാനത്താണ് ഇത്രയും മരണങ്ങൾ എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ആരോഗ്യ കേരളം അഭിമാനമാകണമെങ്കിൽ പാമ്പ് കടിച്ചും പട്ടി കടിച്ചും ആളുകൾ കൂട്ടത്തോടെ മരിക്കുന്ന സാഹചര്യം ഇല്ലാതാകണം എന്ന് ബന്ധപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വാസ്തവം പറയുമ്പോൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല എന്നുകൂടി ഞാൻ പറയുകയാണ്. ഒപ്പം നാം ഓരോരുത്തരും ഈ വേനൽക്കാലത്ത് സ്വയം ജാഗ്രത പാലിക്കാനും ശ്രദ്ധിക്കണം.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.